അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാലാവസ്ഥ നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മലയോര തീരദേശ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടുമില്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ 2 താലൂക്കുകളിലും അവധി നൽകിയിട്ടുണ്ട്. ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കനത്ത മഴയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയുടെ ശക്തി ചെറിയ തോതിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഏത് സമയം ഒരു പെരുമഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കനത്ത ജാഗ്രത വേണം. കാരണം ആറുകളും പുഴകളും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ മഴ ശക്തിപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പത്തനംതിട്ട ജില്ല, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലൊക്കെ കനത്ത മഴ തുടർന്നുള്ള വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ പല ജില്ലകളിലും ഇപ്പോൾ നിലവിൽ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട്ട് നിന്ന് അഞ്ജന സുകുമാരനിലേക്കാണ് ആദ്യം പോകുന്നത്. അഞ്ജന, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, പാലാടി പോലെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ മഴയുടെ സാഹചര്യം എന്താണ്? പല ജില്ലകളിലും പരിശോധിക്കുമ്പോൾ ഇന്നലെ രാത്രി കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോട്ട് നിലവിൽ മഴയുടെ കാലാവസ്ഥ എങ്ങനെയാണ് അഞ്ജന? കോഴിക്കോട് ഇപ്പോഴും നിലവിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ മഴയുടെ ഒരു ദൈർഘ്യം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇടവേളകളിട്ട് വലിയ ഇടവേളകളില്ലാതെയായിരുന്നു മഴ പെയ്തിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയിൽ കൂടുതൽ ഇടവേളകൾക്ക് ശേഷമായിരുന്നു മഴ ലഭിച്ചത്. എന്നാൽ ശക്തി താരതമ്യേന കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെള്ളക്കെട്ട് ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടായിരുന്നു. നിരവധി മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 826 പേരാണ് കഴിയുന്നത്. ഈ താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം കയറുകയും അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ തന്നെയും ഈ പാലാഴി, കോട്ടുളി, മാവൂർ റോഡ്, സ്റ്റേഡിയം ജംഗ്ഷൻ തുടങ്ങി എല്ലായിടത്തും വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. ഏതായാലും രാത്രിയിൽ മഴയുടെ ശക്തി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. അത് നഗരപ്രദേശങ്ങളിലായാലും മലയോര മേഖലയിലായാലും തീരദേശ മേഖലയിലായാലും ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റ്യാടി അതോടൊപ്പം തന്നെ വിലങ്ങാട് മേഖലയിലൊക്കെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും വലിയ രീതിയിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഇന്നലെ വൈകിട്ടോടെ നല്ല വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ രാത്രിയിൽ പിന്നീട് വീണ്ടും മഴ തുടങ്ങുകയായിരുന്നു. ഇന്നലെ പകലൊന്നും തന്നെ ജില്ലയിൽ മഴ പെയ്തിരുന്നില്ല. ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ് ഉള്ളത് വടക്കൻ കേരളത്തിലൊട്ടാകെ. അതായത് 12 ജില്ലകളും ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. ഏതായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കക്കയം ഡാമിൻ്റെ ഷട്ടർ ഇന്നലെ തുറന്നിട്ടുണ്ടായിരുന്നു. ഡാമിലെ അധിക ജലം തുറന്നുവിടുന്നതിൻ്റെ ഭാഗമായാണ് ഷട്ടർ തുറന്നിരുന്നത്. അതിൻ്റെ ഫലമായി ഈ കുറ്റ്യാടി പുഴയിൽ ഏതാണ്ട് 150 സെൻറ്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ ഒരുപക്ഷെ തുടരുകയാണെങ്കിൽ കൂടുതലിടങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ യെല്ലോ അലേർട്ടാണുള്ളത്. കഴിഞ്ഞ ദിവസം ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ലഭിച്ച മഴയേക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ ജില്ലയിൽ ലഭിക്കുന്ന മഴയുടെ അളവ്. അഞ്ജന, മഴയുടെ അളവ് കുറവാണെങ്കിലും ജാഗ്രത കൈവിടരുത്. കാരണം അത്തരത്തിൽ മലയോര മേഖലകളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഒരു കനത്ത ജാഗ്രത അത് തുടരേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടായ പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം അഞ്ജന? വിവിധ താലൂക്കുകളിലായി 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇതുവരെ പ്രവർത്തിക്കുന്നത്. അത് കൂടുതലുള്ളത് കോഴിക്കോട് താലൂക്കിൽ തന്നെയാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മാറി താമസിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകളും ബന്ധുവീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ദിവസങ്ങളിൽ അലേർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്നുള്ള ഒരു അനുമാനത്തിന്റെ പുറത്താണ് അത്തരത്തിൽ ബന്ധുവീട്ടുകളിലേക്കൊക്കെ ആളുകൾ മാറിയിരിക്കുന്നത്. ഇന്നലെ പകൽ മുഴുവൻ വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഇറങ്ങിയിരുന്നു. രാത്രിയിൽ പിന്നീടും മഴ കനക്കുകയായിരുന്നു. എങ്കിലും അത്രത്തോളം ഒന്നും വീണ്ടും വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.
ഈ കൂടുതലിടങ്ങളിൽ ഈ പെയ്യുന്ന മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് മഴ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയുണ്ട്. മഴ തുടരെ പെയ്തുകൊണ്ടിരുന്നാലായിരിക്കും ഒരുപക്ഷെ വെള്ളം കയറാനുള്ള സാധ്യതയുള്ളത്. നിലവിൽ ഈ കുറ്റ്യാടിപ്പുഴയിലൊക്കെയാണ് ജലനിരപ്പ് കൂടുതൽ ഉയർന്നിരിക്കുന്നത്. കക്കയം ഡാമിൽ നിന്നും വെള്ളം അധിക ജലം തുറന്നു വിട്ടതിന്റെ ഭാഗമായാണ്. ചാലിയാർ പുഴയിലും വെള്ളം കൂടുതൽ തന്നെയാണ്. ഈ ചെറുപുഴ മാമ്പുഴ തോടൊക്കെ കര കവിഞ്ഞതോടെ ഈ മാവൂർ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുകയും അവിടെ നിന്ന് കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കുറ്റിക്കാട്ടൂർ അങ്ങാടിയിലൊക്കെ വലിയ രീതിയിലാണ് ഇന്നലെ വെള്ളം കയറിയിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ മഴ കാണാൻ വെള്ളം കാണാനൊക്കെ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇന്നലെ പെരുവയൽ ഭാഗത്ത് വെള്ളം കാണാൻ വേണ്ടി പുറത്തിറങ്ങിയ ഒരാൾക്ക് അപകടം സംഭവിക്കുകയും അയാൾ ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിലാകുന്ന ഒരു രീതിയുമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ഓക്കെ അഞ്ജന, അപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജാഗ്രത തുടരേണ്ടത് അനിവാര്യമാണ്. അപകടം അങ്ങോട്ട് പോയി ക്ഷണിച്ച് വരുത്താതിരിക്കുക.